കാക്കനാട് കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെയും കുടുംബത്തിന്റെയും മരണത്തിൽ കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിച്ചുവെന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. അടുക്കളയിൽ രേഖകൾ കത്തിച്ചു കളഞ്ഞതിന്റെ തെളിവുകളാണ് ലഭിച്ചത്. സഹോദരിയുടെ ജോലിയുമായി ബന്ധപ്പെട്ട രേഖകളാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. ജാർഖണ്ഡ് സ്റ്റേറ്റ് സർവീസിൽ ജോലി ലഭിച്ച സഹോദരിക്ക് ജോലി നഷ്ടമായതിന്റെ മാനസിക ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്ന ഡയറി കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നത് കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം, ഞെട്ടിപ്പിച്ച വാർത്തയാണത് ഇന്നലത്തെ ഈ കൂട്ടാത്മഹത്യ കാക്കനാട് എന്ന വാർത്ത. പക്ഷേ യഥാർത്ഥ കാരണം എന്താണ്? അതിലേക്ക് ഇപ്പോൾ പോലീസിന് എത്താൻ കഴിയുന്നുണ്ട്. ശ്യാം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ പുതിയ വാർത്ത, അതായത് ചില തെളിവുകളുണ്ട്, ചില രേഖകൾ കത്തിച്ചു എന്നൊക്കെയുണ്ട്. ആത്മഹത്യയിലേക്ക്, അതും ഈ രീതിയിൽ ഒരു കൂട്ടാത്മഹത്യയിലേക്ക് എത്താൻ പോകുന്ന കാര്യങ്ങളാണോ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ രേഖകളിലൊക്കെ ഉള്ളത്? എന്താണ് അത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രജിൻ, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, വളരെ സന്തോഷത്തോടുകൂടി കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ചില സംഭവങ്ങൾ അത് അവർക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറത്തേക്ക് എത്തിയപ്പോൾ നടന്ന ഒരു ആത്മഹത്യ. ഒരാൾ മാത്രമായിട്ട് ജീവിക്കേണ്ട, എല്ലാവരും ഒരുമിച്ച് ജീവൻ എടുക്കണമെന്ന് തീരുമാനിച്ച ഒരു ആത്മഹത്യ. അതാണ് കാക്കനാട് നടന്നതെന്നാണ് പ്രാഥമികമായി പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിന്റെ കാരണം, ഈ ആത്മഹത്യ ചെയ്ത മനീഷ് വിജയുടെ സഹോദരി, അവർ വളരെ മിടുക്കിയായ ഒരു ഉദ്യോഗസ്ഥയായിരുന്നു എന്നാണ് പോലീസിന് കണ്ടെത്താൻ സാധിച്ചത്. 2006 ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷയിൽ ഒരു കോച്ചിങ് പോലും ഇല്ലാതെ 1ാം റാങ്ക് നേടുകയും ഡെപ്യൂട്ടി കളക്ടറായി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്ത ഒരു യുവതിയായിരുന്നു അവർ. തുടർന്ന് വളരെ സന്തോഷത്തോടുകൂടി പോയ ആ കുടുംബത്തിൽ ആ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചില ക്രമക്കേടുകളുടെ പരാതി ഉയരുകയും ആ പരീക്ഷാ നടത്തിപ്പ് പൂർണ്ണമായും ജാർഖണ്ഡ് സർക്കാർ അന്ന് റദ്ദാക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ഈ മനീഷിന്റെ സഹോദരിക്ക് ജോലി രാജിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില നിയമ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. CBI ആണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത്. ഇതിന്റെ ചില ആവശ്യങ്ങൾക്ക് ലീവ് എടുക്കുന്നു എന്നുള്ളതായിരുന്നു മനീഷ് സഹപ്രവർത്തകരെ അറിയിച്ചിരുന്നത്. ഒരുപക്ഷെ ആ ജോലി നഷ്ടപ്പെട്ടതോടുകൂടി സഹോദരിക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾ, വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ ജോലി മറ്റു ചിലരുടെ ചില ഇടപെടലുകൾ കാരണം നഷ്ടപ്പെടുകയും സർക്കാർ ആ ജോലി കിട്ടിയവരെയൊക്കെ പിരിച്ചുവിടുകയും ചെയ്ത മാനസിക ബുദ്ധിമുട്ട്, അതാകാം ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് തന്നെ പോലീസ് സംഘം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ സൂചിപ്പിക്കുന്നത്. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ശ്യാം, നമുക്ക് മറ്റു വിവരങ്ങൾ, അതായത് ഇപ്പോൾ പോലീസ് ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഈ കൂടെ ജോലി ചെയ്തിരുന്ന സഹപ്രവർത്തകരുടെയൊക്കെ പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? അവരെന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടോ? നമുക്ക് അത് ഒപ്പം തന്നെ ഈ തൊട്ടടുത്ത് താമസിച്ചിരുന്ന ആളുകൾ ഒക്കെ എന്തെങ്കിലും ദുരൂഹത അല്ലെങ്കിൽ ഇവരെക്കുറിച്ച് മറ്റു വിവരങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? പ്രജിൻ, സാമ്പത്തികമായിട്ടൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരുന്ന ഒരു കുടുംബമാണ് അവരുടേത്. അതിനു പുറമെ ഓഫീസിലാണെങ്കിലും വളരെ ഒതുങ്ങിയ രീതിയിൽ, വലിയ സൗഹൃദങ്ങളൊന്നും കാത്തു സൂക്ഷിക്കാതെ തൻ്റെ ജോലി കസ്റ്റംസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ GST വകുപ്പിലേക്ക്, സെൻട്രൽ GSTയിലേക്ക് എത്തിയ ഉദ്യോഗസ്ഥനാണ് മനീഷ്. അവിടെ തൻ്റെ ജോലി ചെയ്തു പോയിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ നാട്ടിലേക്ക് പോകുന്നുവെന്നാണ് സഹപ്രവർത്തകരിൽ ചിലരോട് പറഞ്ഞിരുന്നത്. അത് അമ്മയുടെ ചില ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നതായി സൂചനകളുണ്ട്. ഏതായാലും ഈ ആത്മഹത്യ എല്ലാവരെയും ഞെട്ടിച്ചിട്ടുണ്ട്. കാരണം എന്തിന് ഇത്ര വലിയൊരു പദവിയിലിരുന്ന ഒരു ഉദ്യോഗസ്ഥനും കുടുംബവും ആത്മഹത്യ ചെയ്തു എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിലെ ഒരു ഞെട്ടൽ. ഇതിനു പുറമെ ഹിന്ദിയിൽ എഴുതിയ ഒരു ആത്മഹത്യാ കുറിപ്പിൽ സഹോദരിയോട് തങ്ങളുടെ മൃതദേഹങ്ങൾ സഹോദരിക്ക് കൈമാറണം, സഹോദരിയെ അറിയിക്കണം എന്നുള്ളതാണ് എഴുതി വച്ചിരുന്നത്. ഏതായാലും അത് പോലീസ് വിദേശത്തുള്ള അവരുടെ സഹോദരിയെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ജാർഖണ്ഡിൽ നിന്നുള്ള അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഇന്ന് രാവിലെ ഇവിടെ കൊച്ചിയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം മാത്രമാകും തുടർ നടപടികൾ കേസിന്റെ ഉണ്ടാവുക. കൂടുതൽ വിവരങ്ങൾ പോലീസിന് ചോദിച്ചറിയാൻ സാധിക്കുക. ആത്യന്തികമായി സഹോദരി നേടിയ ഒരു ജോലിയുടെ വളരെ മികച്ചൊരു വിജയത്തിന്റെ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ അതിനെ കെടുത്തിക്കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും, അതേ തുടർന്ന് അവർ പോലും അറിയാതിരുന്ന ആ ആരോപണത്തിൽ അവരുടെ ജോലി നഷ്ടമായതും വലിയ മാനസിക ബുദ്ധിമുട്ടിലേക്ക് ആ കുടുംബത്തെ ആകെ എത്തിച്ചിരുന്നു. അതിന്റെ ചില ബുദ്ധിമുട്ടുകളാണ് ആ കുടുംബത്തിന്റെ ആത്മഹത്യക്ക് പിന്നിലെന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി അവരുടെ ബന്ധുക്കളടക്കമുള്ളവരെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുമ്പോഴേ അതിന്റെ കൂടുതൽ ഒരു ചിത്രം വ്യക്തമാകൂ. പ്രജിൻ. എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ചേച്ചി, ഇതിൽ പറയുന്നത് പോലെ ഈ അമ്മയുടെ മരണം അത് ആദ്യം ഉണ്ടായി എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ആ മരണം എങ്ങനെ സംഭവിച്ചു എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോഴാണ്
എന്താണ് സംഭവിച്ചത്, അവിടെ ആ വീട്ടിൽ എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും അമ്മയുടെ മരണം ആദ്യം ഉണ്ടായി, അതിന് പിന്നാലെയാണ് ഇവർ രണ്ടുപേരുടെയും മരണം സംഭവിച്ചതെന്ന് എന്ന കാര്യത്തിൽ സംശയങ്ങളില്ല. അത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി എന്തായാലും ഈ വാർത്ത വന്നപ്പോൾ മുതൽ എന്തുകൊണ്ട് ഈ കടുങ്കൈ ചെയ്തു എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം, അത്രയും മിടുക്കിയായി 1ാം റാങ്കിൽ ജാർഖണ്ഡ് സ്റ്റേറ്റ് സർവീസിൽ ജോലി കിട്ടിയ ഒരു വ്യക്തി ആ ഒരു പെട്ടെന്നുണ്ടായ ആ ഒരു സ്കാമിന്റെ ഭാഗമായിട്ട് പലർക്കും ജോലി നഷ്ടപ്പെടുന്നു. അതിൽ ജോലി നഷ്ടപ്പെട്ടു. ശരിക്കും കേൾക്കുമ്പോൾ വളരെ ദാരുണമായ, എനിക്ക് തോന്നുന്ന കുടുംബം മൊത്തം ഈ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ഒരു കുടുംബമാണ്. പക്ഷെ അവിടെ പോലും ഇങ്ങനെ ഒരു ഡിസിഷനിലേക്ക് പോകുമ്പോൾ അത് എന്താണ് പറയാ, നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, ഒന്നിനും ആത്മഹത്യ എന്നത് പരിഹാരമല്ല. ആ ഒരു മെസ്സേജ് കൂടി ഇതിനോടൊപ്പം നൽകുന്നു. കാരണം പ്രത്യേകിച്ച് എല്ലാത്തിനും പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളുള്ളൂ, എല്ലാം ഉണ്ട്. തീർച്ചയായും, ഡെഫിനറ്റ്ലി നമ്മളൊക്കെ എന്ത് പരാജയവും എന്ത് പ്രതിസന്ധിയും ജീവിതത്തിലുണ്ടെങ്കിലും അതിനെ മറികടന്ന് പോകാനുള്ള ഒരു ആർജവം നമുക്കുണ്ടാവണം. എന്തൊക്കെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും പല പ്രശ്നങ്ങൾ, പക്ഷെ അതിനെ മറികടന്ന് പോവുക അതാണ് ലൈഫ്. സ്ട്രഗിൾ ചെയ്യും, നമ്മൾ മുമ്പോട്ട് പോവുക, അതാണല്ലോ ലൈഫ് എന്ന് പറയുന്നത് അല്ലേ. വീഴുമ്പോൾ എഴുന്നേറ്റ് നടക്കുക, മുള്ളുള്ള വഴിയെ നടക്കുമ്പോൾ ചെരുപ്പിട്ട് നടക്കുക, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല നമ്മളോടൊപ്പം നിൽക്കാൻ ഒരുപാട് പേരുണ്ടാവും, നമ്മളെ ഇഷ്ടപ്പെടുന്നവര്.